ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം, വായിക്കാം, എഴുതാം. മണിമല, ഒരു കൊച്ചു ഗ്രാമം, ചെറുതെങ്കിലും മനോഹരം. മണിമല എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരായി നിരന്നു കിടക്കുന്നത് കൊണ്ടാണ് ഗ്രാമത്തിന് മണിമല എന്ന പേര് വന്നത്. മുകളിൽ ആകാശം, തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശം. അതിനു താഴെ മലനിരകൾ മടക്കുകളായി നിരന്നങ്ങനെ കിടക്കുന്നു. അതിൻ്റെ താഴ്വരയിലായി മനോഹരമായ കാട്, കാട്ടിൽ നിറയെ വലിയ മരങ്ങൾ. പലതരം കാട്ടുമൃഗങ്ങളും പക്ഷികളുമുണ്ട്. മാൻ, മയിൽ, മുയൽ, മൈന, മാടത്ത, മ്ലാവ് തുടങ്ങിയ ധാരാളം പക്ഷിമൃഗങ്ങളുമുണ്ട്. ചിലർ നൃത്തം ചവിട്ടുന്നു, ചിലർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മറ്റു ചിലർ വേട്ടയാടുന്നു. മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ. കാടിന്റെ മറുവശത്തായി വയലുകൾ, അതിൽ വിളഞ്ഞു നിൽക്കുന്ന നെന്മണികൾ. പാടവരമ്പിൽ മാവുകൾ, അതിൽ പഴുത്തു നിൽക്കുന്ന മാങ്ങകൾ. മാമ്പഴം തിന്നുന്ന പക്ഷികൾ. അങ്ങനെ നിരവധി കാഴ്ചകളാൽ സുന്ദരമാണ് മണിമല. ശശിധരൻ കല്ലേരിയുടെ മണിമല എന്നൊരു ലേഖനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. മുത്തുകൾ കോർത്ത പോലെ കാണപ്പെടുന്നത് എന്താണ് നമ്മളിപ്പോൾ വായിച്ചു, മലകളാണല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്രാമത്തിന് മണിമല എന്ന പേര് വരാൻ എന്താണ്? മലകൾ നിരന്നു കിടക്കുന്നതിനാലാണല്ലേ. ആൻസർ എന്താണ്? മലകൾ നിരന്നു കിടക്കുന്നതിനാൽ. മൂന്നാമത്തെ ചോദ്യം നോക്കാം, എന്താണ്? കുരങ്ങന്മാർ എന്താ ചെയ്യുന്നത്? തൂങ്ങിയാടുന്നു അല്ലേ. കാടിന്റെ മറുവശത്തായി കാണപ്പെടുന്നത് എന്താണ്? കാടിന്റെ മറുവശത്തായി കാണപ്പെടുന്നത് വയലുകളാണ്. ആൻസർ എന്താണ്? വയലുകൾ. അഞ്ചാമത്തെ ചോദ്യം, ചിലർ നൃത്തം ചവിട്ടുന്നു. ആരാണ് നൃത്തം ചവിട്ടുന്നത്? അതെ, മയിലാണ് അല്ലെ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രവർത്തനം 2 വിശകലനക്കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വിശകലനക്കുറിപ്പ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ച് 1000 കയ്യുകൾ ഒന്നിച്ച് നീളുന്ന ചേലു കണ്ടോ. ഒന്നല്ല ഒരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശകലനക്കുറിപ്പാണ് നമ്മളിവിടെ എഴുതേണ്ടതല്ലേ. നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശകലനക്കുറിപ്പ് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും എന്ന വരികളിലൂടെ കവി വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത്. പ്രകൃതിക്ഷോഭങ്ങളോ മറ്റു ദുരന്തങ്ങളോ വന്ന് എല്ലാം നശിച്ചാലും ചാരത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുന്ന പക്ഷിയെപ്പോലെ മനുഷ്യൻ വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കുമെന്ന് കവി പറയുന്നു അല്ലേ. മുളച്ചു പൂക്കുക എന്നത് പുതിയൊരു തുടക്കത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ്. നമ്മുടെ നാട് നേരിട്ട മഹാപ്രളയത്തിന്റെ കാലത്ത് ഈ വരികൾ എത്രത്തോളം സത്യമാണെന്ന് നാം കണ്ടതാണല്ലേ. ജാതിയോ മതമോ പണമോ നോക്കാതെ മനുഷ്യർ പരസ്പരം കൈകോർത്തു അല്ലേ. നന്മത്തിരി കത്തിച്ച് 1000 കണ്ണുകൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ആ കാഴ്ച ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനും തകർന്നു പോയവരെയെല്ലാം വീണ്ടും പടുത്തുയർത്താനും മലയാളികൾ കാണിച്ച ആ ഒരുമയാണ് ഈ കവിതയുടെ ആകെ തുകയല്ലേ. ഏതൊരു തകർച്ചയ്ക്ക് ശേഷവും അതിനേക്കാൾ കരുത്തോടെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നും നന്മയും ഒത്തൊരുമയാണ് അതിന് വേണ്ട കരുത്തെന്നും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ. കവി ആരോടാണത് പറയുന്നത്? അതെ, കാക്കപ്പൂവിനോടാണ് അല്ലെ. ആൻസർ എന്താണ്? കാക്കപ്പൂവ്. പ്രവർത്തനം 3 കത്താണ്. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റ ട്യൂൺബർഗ് നടത്തിയ സമരത്തെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ പരിസരത്തിലുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കത്താണ് എഴുതുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, പ്ലേസ് എഴുതണം, തീയതി എഴുതുക. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക, തീ എഴുതുക.
തീയതി എഴുതിയതിനു ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് എന്ന് എഴുതുക. ദെൻ സുഖമാണല്ലോ, നിനക്കും വീട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു, ഞാൻ ഇവിടെ സുഖമായി ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെ എഴുതാം? നമ്മൾ മലയാളം പാഠപുസ്തകത്തിൽ ഭൂമിക്ക് വേണ്ടി എന്ന പാഠം പഠിച്ചല്ലോ. അതിൽ ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന പെൺകുട്ടി പരിസ്ഥിതി സംരക്ഷണത്തിനായി നടത്തിയ സമരത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതവും സന്തോഷവും തോന്നി. ഭൂമിയുടെ നാശത്തെക്കുറിച്ച് ഇത്രയേറെ ഉത്കണ്ഠയുള്ള ആ കൊച്ചു പെൺകുട്ടിയുടെ ധൈര്യം നമ്മൾ മാതൃകയാക്കേണ്ടതാണല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും പുഴകൾ മലിനമാകുന്നതും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. നമ്മുടെ പരിസരത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഗ്രേറ്റയെ പോലെ നമ്മളും പ്രകൃതിയെ സംരക്ഷിക്കാൻ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും നമുക്ക് ശ്രമിക്കാം. അടുത്ത തവണ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. വീട്ടിലെല്ലാവർക്കും എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക. മറുപടി പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം. നിങ്ങളുടെ പേരും കൂടിയും കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതുപോലൊരു കത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രേറ്റ ട്യൂൺബർഗ് ഏത് രാജ്യക്കാരിയാണ്? അതെ, സ്വീഡൻകാരിയാണ് അല്ലേ. ഏത് രാജ്യക്കാരിയാണ്? സ്വീഡനാണ്. ദെൻ പ്രവർത്തനം 4 കഥാപാത്ര പരിചയമാണ്. എരിതിയിൽ ഉയരോടെ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ സൈക്കയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? സൈക്കയെ കുറിച്ചിട്ടാണല്ലേ. നമുക്ക് എഴുതാം. ഹിരോഷിമയിലെ ആറ്റം ബോംബ് സ്ഫോടനത്തിന്റെ ഭീകരത്തിനും അതിജീവനത്തിന്റെ വേദനയും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് എരിതിയിലൂരോട് എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് സൈക്കെ. യുദ്ധം തകർത്തു കളഞ്ഞ നിഷ്കളങ്കമായ ബാല്യത്തിന്റെ പ്രതീകമാണ് അവൾ. ആറ്റം ബോംബ് സ്ഫോടനത്തിൽ ശരീരം മുഴുവൻ പൊള്ളലേറ്റിട്ടും അസഹ്യമായ വേദന അനുഭവിക്കുമ്പോഴും ജീവിക്കാനായി അവൾ നടത്തിയ പോരാട്ടം വലിയൊരു പാഠമാണ്. മരണത്തിനു മുന്നിലും തോറ്റുകൊടുക്കാതെ അവളുടെ മനക്കരുത്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ. കറുത്ത മഴ പെയ്യുന്ന തീപിടിച്ച നഗരത്തിലൂടെ തളരാതെ നടക്കാനും തൻ്റെ പ്രിയപ്പെട്ടവരെ തിരയാനും അവൾ കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. ചുറ്റും മൃതദേഹങ്ങളും നിലവിളികളും ഉയരുമ്പോഴും അവൾ പകച്ചുപോയില്ല. പൊള്ളലേറ്റ ശരീരവുമായി ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിനായി അലയുമ്പോഴും അവൾ കാണിക്കുന്ന ക്ഷമയും സഹനശക്തിയും വായനക്കാരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. യുദ്ധം നിരപരാധികളായ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയുടെ നേർചിത്രമാണ് സൈക്കെ. സമാധാനപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഒരു പെൺകുട്ടി നിമിഷ നേരം കൊണ്ട് അനാഥയാക്കപ്പെടുന്നതും വേദനയിലേക്ക് തള്ളിയിടപ്പെടുന്നതും സൈക്കയിലൂടെ നാം കാണുന്നു. ചുരുക്കത്തിൽ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ദുരന്തമുഖത്ത് പതറാതെ നിന്ന ഒരു കരുത്തുറ്റ കഥാപാത്രമാണ് സൈക്കെ. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ പ്രതിനിധിയായി സൈക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാവുന്നതാണ്? സൈക്കയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തി കൂട്ടുകാർക്ക് ഇതുപോലൊരു കഥാപാത്ര പരിചയം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നമുക്ക് എന്താ കൂട്ടുകാരെ? പോസ്റ്റർ ആണല്ലേ. ഓക്കെ, എന്തായാലും പോസ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുപോലെ കഥാപാത്ര പരിചയവും തീർച്ചയായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലേ. നിങ്ങളുടെ സ്കൂളിലെ വാർഷികമൊക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ, നിങ്ങളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വിശദാംശങ്ങൾ ചേർത്ത് ആകർഷകമാക്കുമല്ലോ. അപ്പോൾ സ്കൂളിലെ വാർഷികാഘോഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഫസ്റ്റ് ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. അതിന് നടുവിലായിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം? പ്രധാന തലക്കെട്ട് അല്ലെ. ഉദാഹരണത്തിന് വർണ്ണക്കൂടാരെന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തലക്കെട്ടും കൊടുക്കുക. എന്നിട്ട് ഡേറ്റ്, സമയം, അതുപോലെ സ്ഥലം കൊടുക്കണം അല്ലേ. അതുപോലെ തന്നെ എന്താണ് പ്രധാന പരിപാടികൾ എഴുതുക. ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരനോ സാഹിത്യകാരനോ അങ്ങനെ എഴുതുക. ദെൻ സമ്മാനദാനം, കായിക കലാമേള വിജയികൾക്ക്. ദെൻ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടാവല്ലേ. ഗാനമേള, നാടകം, നാടൻ പാട്ട്, സംഘനൃത്തം, ഒപ്പന, കലാപരിപാടികളുടെ ഒരു ഇതും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് എഴുതാം. ദെൻ സംഘാടകർ, ഹെഡ് മാസ്റ്റർ, PTA കമ്മിറ്റി, ലാസ്റ്റ് സ്കൂളിൻ്റെ പേരും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോമോയിലെ കായികമേളയിൽ വിജയിയായത് ആരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? അതെ, തക്കാഹാഷി ആയിരുന്നു അല്ലേ. ആരാണ്? തക്കാഹാഷി.
ഓക്കെ, ഇതിന് അടുത്ത ചോദ്യം നോക്കൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്ത് ഊഞ്ഞാലിനു വേണ്ടി വാശി പിടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഓർമ്മയില്ലേ? നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പലതരം വാശിയും ചാടിയവും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടേതായ അനുഭവമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതുക. ഓക്കെ, നമുക്ക് മാതൃക നോക്കാം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. എൻ്റെ കൂട്ടുകാരൻ രാഹുലിന് പുതിയൊരു സൈക്കിൾ കിട്ടിയത് കണ്ടപ്പോൾ എനിക്കും അതുപോലെ ഒരെണ്ണം വേണമെന്ന് വലിയ ആഗ്രഹമായി. അച്ഛനോട് ചോദിച്ചപ്പോൾ അടുത്ത ജന്മദിനത്തിന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പോൾ തന്നെ വേണമെന്നായിരുന്നു വാശി. ഉണ്ണിക്കണ്ണൻ ചെയ്തതുപോലെ ഞാനും വലിയ ബഹളം വെച്ചു. അന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാതെ മുറിയിൽ കയറി വാതിലടച്ചു. അമ്മ എത്ര വിളിച്ചിട്ടും ഞാൻ മിണ്ടിയില്ല. കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നപ്പോഴും എൻ്റെ മുഖത്ത് സങ്കടമായിരുന്നില്ല. ഒടുവിൽ എൻ്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ അച്ഛൻ എന്നെ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി ഒരു ചെറിയ ചുവന്ന സൈക്കിൾ വാങ്ങിത്തന്നു. ആ സൈക്കിൾ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കാണിച്ച വാശി ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. എങ്കിലും കുട്ടിക്കാലത്തെ കൊച്ചുവാശികളും പിണക്കങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ മനോഹരമായ ഓർമ്മകളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു അനുഭവം കുറിപ്പായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന് പോവുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നന്നായി എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.